മലയാള സിനിമ അതിൻ്റെ ഒരു അപജയം അതിലേക്കാണ് നമ്മളിനി പോകുന്നത്. കാരണം നമുക്കറിയാം ഈ വർഷം ഇറങ്ങിയതിൽ ഇപ്പോൾ ഈ തുടരും എന്നൊരു സിനിമയല്ലാതെ മറ്റൊരു പേരും നമ്മുടെ മനസ്സിൽ ആരുടെ കയ്യിലും ഇല്ല. എന്നാൽ ഒരു മാസത്തിൽ ഏകദേശം 50-60 സിനിമകളൊക്കെയാണ് ഇറങ്ങുന്നത്. ഒന്ന് പേര് പോലും നമ്മുടെ മനസ്സിൽ ഓർത്തു വയ്ക്കാൻ കഴിയുന്നത്, സംവിധായകരുടെ പേരറിയില്ല, ഒന്നും അറിയില്ല. എന്താണ് മലയാള സിനിമയ്ക്ക് സംഭവിച്ചത്? മലയാള സിനിമയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ പറയാം. അതിന് മുമ്പ് പറയേണ്ടത്, കേരളത്തിലെ ജനങ്ങൾക്ക് സിനിമ അത്ര പഥ്യമല്ല. അത് പണ്ട് മുതൽ, പണ്ട് മറ്റ് എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് സിനിമാ തിയേറ്ററിൽ വന്നിരുന്നു. സിനിമ അവരുടെ ഏറ്റവും ബോറടിക്കുന്ന സമയങ്ങളിൽ മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ, മഹാരാഷ്ട്ര, ബോളിവുഡ്, അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് സിനിമ. ഞാൻ ഈ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ട്. അവർ ആഴ്ചയിൽ ഒരിക്കൽ കുടുംബമടക്കം പുറത്തുപോയി ഭക്ഷണമൊക്കെ കഴിച്ച് സിനിമയ്ക്ക് പോയിട്ടേ വരൂ. അവരുടെ ജീവിതത്തിൽ, രക്തത്തിൽ അലിഞ്ഞിട്ടുണ്ട് സിനിമ. എന്നാൽ മലയാളിക്ക് അതില്ല. ഇനി മലയാള സിനിമ ഈ ഫിലിമിൽ ഷൂട്ട് ചെയ്തിരുന്ന കാലത്ത് നിന്നും ഡിജിറ്റലിലേക്ക് വന്നതോടുകൂടി വഴിയിൽ നോക്കി നിന്ന് ഷൂട്ടിംഗ് കണ്ടിട്ടുള്ളവന് വരെ സംവിധായകനാവാനുള്ള, കല്യാണം ഫോട്ടോ എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ കല്യാണ വീഡിയോ എടുക്കാൻ പോകുന്ന ആൾക്ക് ഛായാഗ്രഹകനാവാവുന്ന ഒരവസ്ഥയിലേക്ക് സിനിമയെത്തി. അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് സംവിധായകരുടെ പേര് ഓർമ്മയില്ല എന്നൊക്കെ പറയുന്നത്? കൊടുക്കുന്ന ആ പ്രോഡക്റ്റ് അത് മോശമാകുന്നതുകൊണ്ടാണ്. ഇപ്പോൾ തരുൺ മൂർത്തി എന്ന സംവിധായകൻ്റെ പേര് ആരും മറന്നിട്ടില്ല, എല്ലാവർക്കും അറിയാം. അയാൾ കൊടുത്തിട്ടുള്ള വർക്കുകളാണ്. ഷാഹി കബീർ 5 സിനിമകൾ ചെയ്തു, 5ഉം ഹിറ്റാണ്. ഇപ്പോൾ റോന്ത്, അയാളുടെ സിനിമയ്ക്ക് അയാളുടെ പേര്, ഇപ്പം വലിയ ആർട്ടിസ്റ്റ് ഒന്നുമില്ല, പേര് കണ്ടിട്ട് മാത്രമാണ് ജനങ്ങൾ തിയേറ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ നല്ലത് കൊടുത്താൽ ജനത്തിൻ്റെ മനസ്സിലുണ്ടാകും. ഇവിടെ ഈ വേസ്റ്റ് ബോക്സിൽ കിടക്കുന്ന ചവറ് പോലെ സിനിമകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആരുടെ പേര് ഓർമ്മയില്ല, സിനിമയുടെ പേര് പോലും നമുക്ക് ഓർമ്മ കിട്ടുന്നില്ല. പണ്ട് സംവിധായകരുടെ പേര് നോക്കി സിനിമ കാണാൻ വരുന്ന ജനങ്ങളുണ്ടായിരുന്നു. സത്യന്തിക്കയുടെ സിനിമ, സിബി മലയിൽ സിനിമ, ജോഷി, ഐ വി ശശി, അവരൊക്കെ, അല്ലെങ്കിൽ ഭരതൻ, ഇവരൊന്നും മോശപ്പെട്ട സിനിമകൾ ഉണ്ടാക്കില്ല. ഇനിയിപ്പോൾ കളക്ഷൻ ആയില്ലെങ്കിലും അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നൊരു ധാരണയുണ്ടായിരുന്നു. ഇപ്പോഴതല്ല. ഇപ്പോൾ മനുഷ്യർ പറഞ്ഞു കേട്ടിട്ട് മാത്രം, ആദ്യം കാണുന്ന കുറച്ച് ഭ്രാന്തന്മാരുണ്ടാവുമല്ലോ ആദ്യ ദിവസം. ഞാനൊരു സിനിമാക്കാരനായതുകൊണ്ട് ഭ്രാന്തന്മാരെന്ന് വിളിക്കുന്ന ഒരു തമാശയ്ക്ക് പറഞ്ഞു, കാരണം അവരെ ബഹുമാനിക്കണം, കാരണം അവരാണ് സിനിമ നിലനിർത്തുന്നത്. ആദ്യം വരുന്നവരുടെ നാവുകളിൽ നിന്നാണ് ആ സിനിമയുടെ പരസ്യം പോകുന്നത്. നമ്മൾ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. എത്ര കോടി രൂപ മുടക്കി സിനിമയ്ക്ക് പരസ്യം ചെയ്തിട്ടും ഒരു കാര്യമില്ല. ആദ്യ ദിവസം തിയേറ്ററിലെത്തുന്നവരുടെ, എമ്പുരാനും തുടരും തമ്മിലുള്ള വ്യത്യാസം തന്നെ മനസ്സിലാവും. ഈ തുടരും അങ്ങനെ വലിയൊരു പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് റിലീസ് ചെയ്തത്. എമ്പുരാന് ഹൈപ്പ് കൊടുത്തു, എന്നിട്ടും ജനങ്ങൾ ആ സിനിമ സ്വീകരിച്ചില്ല, തുടരും സ്വീകരിച്ചു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പടക്കളം എന്ന് പറയുന്ന ഒരു സിനിമ, വലിയ പബ്ലിസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല, പുതുമുഖങ്ങളൊക്കെ ആയിരുന്നു എന്ന് വേണം പറയാൻ. ആ പടം ഹിറ്റായി. എന്താണെന്ന് വെച്ചാൽ കണ്ടന്റ്. ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ വിഷയം മാത്രമല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ തിരക്കഥ, ആ തിരക്കഥ കൈയടക്കത്തോടെ ചിത്രീകരിക്കുന്നത്, ദൃശ്യവൽക്കരിക്കുന്നതിൻ്റെ ഒരു മിടുക്ക്, ഇതൊക്കെ. അപ്പം സംവിധായകൻ, ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഫാസിൽ സാറുമായിട്ട് കുറേ അധികം സമയം സംസാരിക്കേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു സംവിധായകൻ 5-6 കാര്യങ്ങളിൽ, അതായത് മാസ് സൈക്കോളജി വരെ അറിഞ്ഞിരിക്കണം, അങ്ങനെ അറിഞ്ഞവനായിരിക്കണം സംവിധായകൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ആക്ടിങ് സെൻസ് ഉണ്ട്, ആക്ടിങ് എങ്ങനെയാണ് ഒരു നടനെ അഭിനയിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയാം, സ്ക്രിപ്റ്റ് സെൻസ് ഉണ്ട്, മ്യൂസിക് സെൻസ് ഉണ്ട്. അതിൽ ഈ 3 സെൻസേ ഉള്ളൂ. ബാക്കി എനിക്ക് അറിയാത്ത കാര്യങ്ങൾ, എനിക്ക് ഫോട്ടോഗ്രാഫിയെക്കുറിച്ചോ അതിൻ്റെ ലെൻസിനെ കുറിച്ചൊന്നും വലിയതാണില്ല. അപ്പോൾ ഞാൻ ഏറ്റവും മിടുക്കനായ ക്യാമറമാനാകും, ബാക്കി കാര്യങ്ങൾ എനിക്കറിയാം. അപ്പോൾ ഇതൊന്നും അറിയാത്തവരും ഇന്ന് സിനിമയിലേക്ക് വരികയാണ്. ഞാൻ പേര് പറയുന്നില്ല. ഈ അടുത്ത കാലത്ത് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പോലും അറിയാം, ഒരു താരത്തിൻ്റെ ഭർത്താവ് ഒരു സിനിമ സംവിധാനം ചെയ്തു. അതിന് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയ ഒരാൾ എന്നോട് സങ്കടകരമായ ചില കാര്യങ്ങൾ പറഞ്ഞു. സംവിധായകൻ മാറിയിരിക്കുന്നുണ്ട്, മറ്റു ചിലർ ചേർന്ന് ചെയ്യുന്നു എന്നൊക്കെ. ഇത്തരം കാര്യങ്ങൾ സിനിമയിൽ സംഭവിക്കുന്നു. ഒരു സംവിധായകൻ്റെ പേര് ഇത് കാണിച്ച്, അപ്പം ഞാൻ ഒരു പ്രൊഡക്ഷൻ കൺട്രോളോട് ചോദിച്ചു, അയാൾ
ഇങ്ങനെ സംവിധാനം ചെയ്തു എന്ന് പറഞ്ഞ് അയാളുടെ പേരെഴുതി വെച്ച് പോസ്റ്റർ അടിച്ചു. ആ സിനിമ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അയാൾക്ക് എന്താണ് നേട്ടം? തുറന്ന് അയാൾക്ക് സിനിമ ചെയ്യാൻ പറ്റും? ഇതിനൊക്കെ ഒരു അറിവെന്ന് പറയുന്നൊരു കാര്യം വേണ്ടേ? അല്ലെങ്കിൽ കലയുള്ളിൽ വേണ്ടേ? അതൊന്നുമില്ലാതെ ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്ന ആഗ്രഹത്തിൽ വന്നിട്ട് ലക്ഷക്കണക്കിന് രൂപ കളയുക, അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ. ഇവിടെ സിനിമ വരുന്നു, വിജയിക്കുന്നില്ല. അവർ തന്നെ നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു. അല്ല, ഞാൻ പറയുന്നില്ല, ഒരു ദിവസം പോലും കൂടിയില്ല. അപ്പോൾ ഇവിടെ സിനിമ വിജയിക്കുന്നില്ലെങ്കിൽ നഷ്ടമാർക്കാണ്? ആർക്കല്ല, മറ്റുള്ളവരോടുള്ള വാശി തീർക്കാൻ ഒരു സിനിമ ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് മോശക്കാരനല്ല എന്ന് കാണിക്കാൻ ഒരു സിനിമ ചെയ്യുന്നു. ആ രീതിയിലൊക്കെ അതിനെ വിലയിരുത്തേണ്ടി വരും. ഇനി ഞാൻ പറഞ്ഞില്ലേ, അയാൾ ഏത് നിലയിൽ നിന്ന് വന്നതായാലും അയാളുടെ ഉള്ളിൽ കലയുണ്ടെങ്കിൽ, അയാളുടെ ഉള്ളിൽ സിനിമയുണ്ടെങ്കിൽ അയാൾക്ക് ചെയ്യാം. അതൊന്നും ഞാൻ കുറ്റപ്പെടുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ ആന്റണി പെരുമ്പാലിനെ എടുത്ത് നോക്കിയാൽ അദ്ദേഹം ഡ്രൈവറായിട്ട് വന്നെങ്കിൽ അദ്ദേഹം നല്ല ബിസിനസ്മാനാണ്. എന്നാൽ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ ഇത്രയും പടമൊക്കെ ഞാൻ നിർമ്മിച്ചു, എനിക്കൊരു പടം, അയാൾക്ക് അതിൻ്റെ സാങ്കേതികത്വമൊക്കെ അറിയാവുന്ന ആൾ തന്നെയാണ്. എന്നാൽ പോലും ഞാനിപ്പം സംവിധാനം ചെയ്ത് കളയാമെന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ. അത് നമ്മുടെ ഇത് സിദ്ധാർത്ഥ് ഭരതനെ നോക്കിയാലും അദ്ദേഹവും ഒരുപാട് സ്ഥലത്ത് പോയി പഠിച്ച് ഒക്കെയാണ്. നല്ല ഡയറക്ടർ. അതെ, അല്ല, ഒരുപാട് പേരോട് അസിസ്റ്റന്റ് ആയിട്ടൊക്കെ നിന്നിട്ടാണ് വന്നത്. അയാൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ കയറി ചെയ്യാമായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് എനിക്ക് ഈ പണി പറ്റുമെന്നറിഞ്ഞിട്ട് വരുന്നത് കൊള്ളാം. ഇപ്പം ബിനു എന്നോട് ചോദിച്ചു, സിനിമ പരാജയപ്പെടുന്നു, സിനിമ ഇങ്ങനെ ഒരുപാട് വരുന്നു, ഓടുന്നില്ല. ഈ സിനിമ ഓടാതിരുന്നാൽ ആർക്കാ നഷ്ടം? നിർമ്മാതാവിന്. അപ്പോൾ ഈ സിനിമ എടുക്കാൻ വരുന്ന നിർമ്മാതാവ് ഒരു 10 വട്ടം ആലോചിക്കണ്ടേ, ഞാൻ ആരുടെ കൈകളിലാണ് ഈ സിനിമ ഏൽപ്പിക്കുന്നത്? ആരെങ്കിലും വന്ന് വാചക കസർ നടത്തിയാൽ ഞാൻ അവനെ ഏൽപ്പിക്കണമോ സിനിമ? അങ്ങനെ വാചകമടിച്ച് പ്രൊഡ്യൂസറെ വീഴിച്ച് സിനിമ ചെയ്ത് അയാളുടെ കോടിക്കണക്കിന് രൂപ പോകുന്ന അവസ്ഥയുണ്ട്. എന്നാൽ എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ സിനിമകൾ പരാജയപ്പെടാം. എന്നാലും ആ സിനിമയ്ക്കൊരു മിനിമം മെരിറ്റ് ഉണ്ടാകും. ഇനി വേറൊരു കാര്യം, ഇന്ന് കോസ്റ്റ് വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. ഈ സിനിമയുടെ കോസ്റ്റ് വർദ്ധിച്ചതിൻ്റെ കാരണം എന്താണ്? ഈ തരത്തിലുള്ള നിർമ്മാതാക്കൾ നിരന്തരമായി പറയുന്നു പല കാരണങ്ങളാൽ. ഒന്ന്, ഈ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ സമയാസമയങ്ങളിൽ ഷൂട്ടിങ്ങിന് വരില്ല. രാവിലെ ഷൂട്ടിംഗ് തുടങ്ങുന്നത് 11 മണിക്കാണ്. അത് 7 മണിക്ക് തുടങ്ങിയാൽ കൃത്യമായൊരു ചാർട്ട് ഉണ്ടാക്കിയാൽ, ആ ചാർട്ട് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ അതൊക്കെ പൊളിഞ്ഞു പോകും. 2, സംവിധായകൻ്റെ അറിവ് കുറവ്, ആലോചന. അവിടെ ഒരു ദിവസം 2 ഷോട്ട്, അതായത് ഒരു സീനല്ല, 1-2 ഷോട്ടുകൾ എടുത്ത ദിവസങ്ങളുണ്ടെന്ന് ചില ലൊക്കേഷനിൽ പറയുന്നുണ്ട്. ഭയങ്കര ആലോചനയാണ് അത്ര. 3, ക്യാമറമാൻ, എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ക്യാമറമാൻ വന്നിട്ട് ആ ഷോട്ട് എടുക്കാനുള്ള സമയ ദൈർഘ്യം, ലൈറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഈ സിനിമ നിർമ്മിക്കുമ്പോൾ 30 ദിവസം അല്ലെ 40 ദിവസം ചാർട്ട് ചെയ്യുന്ന സിനിമ 80 ദിവസമായി മാറും. അപ്പോൾ സിനിമയ്ക്ക് ഇരട്ടി ചെലവാകുകയാണ്. അപ്പോൾ നിർമ്മാതാവാണ് തീരുമാനിക്കേണ്ടത്. പണ്ട് ഒരു സംവിധായകനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. നിർമ്മാതാവിൻ്റെ അടുത്ത് ചെന്നു, അയാൾക്ക് കഥ ഇഷ്ടപ്പെട്ടു. അയാൾ പറഞ്ഞു, ഞാനൊരു 2 ലക്ഷം രൂപ മുടക്കാം, നീ ഇതൊരു ഷോർട്ട് ഫിലിമായിട്ട് ചെയ്തിട്ട് വരും. അവൻ പോയി ചെയ്തു, അയാൾക്കത് ഇഷ്ടപ്പെട്ടു, അയാൾ സിനിമയാക്കി. ആ 2 ലക്ഷം രൂപ പോയാലും ബാക്കി മുടക്കുന്ന കോടികൾ പോകാതിരിക്കാൻ വേണ്ടിയാണ് അയാൾ ചെയ്തത്. നേരം എന്ന് പറയുന്ന സിനിമ, അൽഫോൻസ് പുത്രൻ, അത് ഷോർട്ട് ഫിലിമായിട്ടാണ് ചെയ്തത്. അതിനുശേഷം അത് വലിയ സിനിമയാക്കാമെന്നുള്ള ഒരു ധാരണ നിർമ്മാതാവിനുണ്ടായപ്പോൾ വലിയ സിനിമയാക്കി. കാരണം അയാൾക്ക് അറിയാം. എന്ന് നിന്റെ മൊയ്തീനും അതുപോലെ ജലം കൊണ്ട് മുറിവേറ്റവൾ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടാണ് ആ സിനിമ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം, ഈ സിനിമ ചെയ്യുന്ന ആൾക്ക് അതിനുള്ള പ്രാപ്തിയുണ്ടോ? അതൊക്കെ പണം മുടക്കുന്ന ആൾ ചിന്തിക്കണം. ഞാൻ ടെക്നീഷ്യൻസായിട്ട് വെക്കുന്നവർ ഇതിന് പ്രാപ്തരാണോ എന്ന് നിർമ്മാതാവ് ചിന്തിക്കണം. നിർമ്മാതാവ് 1 അല്ല 2 അല്ല 100 വട്ടം ആലോചിച്ചിട്ട് മാത്രം പണം മുടക്കുക. പണം മുടക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ടാവണം, വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ള ഉറപ്പല്ല. നേരെ മറിച്ച് കൃത്യമായി ചെയ്തു തീർക്കുമോ, എൻ്റെ ബഡ്ജറ്റിൽ തീർക്കുമോ, അയാൾക്ക് അത് ഇപ്പോൾ ഒരു നല്ല കഥ കിട്ടി, നല്ല തിരക്കഥ കിട്ടി, അതുവരെ ഒരു നിർമ്മാതാവിന് ശ്രദ്ധിക്കാൻ കഴിയും. അതിനുശേഷം ദൃശ്യവൽക്കരിക്കുന്ന സംവിധായകനാണ്, അയാൾക്കതിന് പ്രാപ്തിയുണ്ടോ? ആദ്യത്തെ ഒരു ദിവസം ഷൂട്ട് ചെയ്ത് നോക്കിയിട്ട് അത് എഡിറ്റ് ചെയ്ത് നോക്കിയിട്ട് വർക്കായില്ല എന്നുണ്ടെങ്കിൽ
അവിടെ അവസാനിപ്പിക്കുക. ഇതൊക്കെ നിർമ്മാതാക്കൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് സിനിമ അവസാനിക്കില്ല, അതൊരു ജനകീയ കലയാണ്. എന്നാൽ ഈ വരുന്ന ഈയാമ്പറ്റകൾ പലതും ചിറക് കരിഞ്ഞ് വീഴുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.